വേഡിയേഴ്സ് അപ്പം ഇന്നത് കുറച്ച് നല്ല എരുന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ചെറുതാണ്. ഈ ഒരു വൃത്തിയാക്കൽ പ്രോസസ് ഈസ് വെരി ഡിഫിക്കൽട്ട്. കാരണം അതിൻ്റെ അകത്ത് ആ വേസ്റ്റ് ഒക്കെ അങ്ങ് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കേണ്ടെന്ന് തോന്നിപ്പോ. ബിക്കോസ് അത്രയും പണിയാണ് കേട്ടോ. അങ്ങനെ അത് വൃത്തിയാക്കി എടുത്ത് കുറച്ച് നമ്മൾ റോസ്റ്റ് ചെയ്തു. പിന്നെ ബാക്കിയുള്ളത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു. അതിൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളകും പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ മൂടി വെച്ചിട്ട് വേണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതങ്ങ് പൊട്ടിത്തെറിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പം പിന്നെ കുറച്ച് മാങ്ങ ഇരിക്കുന്നുണ്ട്. അപ്പം അതും ഒന്ന് സപ്പറിട്ടു. അത് അവിടെ കിടന്ന് നമ്മൾ എരുന്നാവുമ്പോഴേക്കും നമുക്കിത് കഴിക്കാമല്ലോ. മാങ്ങയൊക്കെ മുറിച്ച് വന്നപ്പോഴേക്കും മുറ്റത്ത് നല്ല മഴ. ഈ ഒരു വേനൽ ചൂടിൽ ഈ ഒരു മഴ വന്നപ്പം സ്വർഗമായിരുന്നു. അങ്ങനെ മാങ്ങായും തിന്ന് മഴയും കണ്ടിരുന്നപ്പോഴേക്കും നമ്മളെ ഡിഷസ് ഒക്കെ കംപ്ലീറ്റ് ആയി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ചോറിലൊരു മുടി നിങ്ങളത് കണ്ടായിരുന്നു. ഞാനത് ആരും കാണാതെ നൈസായി എടുത്ത് മാറ്റിട്ടോ. എൻ്റെ മുടി തന്നെയാവും അത്, മറ്റാരതാവാൻ ചാൻസസ് ഇല്ല. അപ്പോൾ ഇതാ നല്ല എരുന്ത്, കുഞ്ഞെരുന്ത്. ഞാൻ പറഞ്ഞില്ല ഭയങ്കര കുഞ്ഞാപ്പിയ കേട്ടോ. ഈ എരുന്തിന് നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്നുള്ള കമന്റ് ചെയ്യണം. ചില സ്ഥലത്തൊക്കെ എന്താ പറയാ കക്ക, ചിപ്പി അങ്ങനെയൊക്കെ ഇട്ട്. ഇതാണ് പപ്പടക്കുഴൽ. അപ്പം പപ്പടക്കുഴലിനും ഓരോരോ സ്ഥലത്ത് ഓരോരോ പേരൊക്കെയാണ് എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി ഞാൻ ആ എരുന്ത് പൊരിച്ചതാട്ടോ കുറേ എടുക്കുന്നത്. ഓ നല്ല ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ റോസ്റ്റ് ഒക്കെ ചെയ്ത് തരുന്നതിനെക്കാട്ടും ടേസ്റ്റ് മറ്റേ പൊരിച്ചിരുന്നാട്ടോ. അതിൽ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും ഇടണ്ട, പക്ഷെ ആ ജസ്റ്റ് ആ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളകും മാത്രം ഇട്ടാൽ മതി. അത്രയും ടേസ്റ്റി സാധനം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഈ മാങ്ങയും തിന്നുന്നുണ്ട് ഗൈസ്, കാരണം തീർന്നു പോയാലോ. അപ്പം പിന്നെ ഞാൻ അത് പേടിച്ച ഒരു 5-6 കഷ്ണം, 5-6 അല്ല 2-3 കഷ്ണം മാങ്ങയും കൂടെ അതിൻ്റെ കൂടെ കഴിച്ചു. കാരണം രാത്രി ആയതുകൊണ്ട് എല്ലാം കൂടെ അങ്ങ് വാരി വലിച്ച് കഴിച്ച് പ്രശ്നമാവണ്ട വിചാരിച്ചു. നല്ല എന്താ പറയുക ചേലമാങ്ങ കേട്ടോ, നല്ല പുളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇനി ഞാൻ എൻ്റെ ഫുഡ് അങ്ങ് കഴിച്ച് തീർക്കട്ടെ. എന്നത്തേക്ക് അത്രയുള്ള ഒരു